പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഡേ 4 ആണ്. ഡേ 4 വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് എന്തോ ദ്വീപിലാണ് പോകുന്നത്. ഇന്നലെ പറഞ്ഞ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ അല്ല, ദ്വീപിൽ എന്തോ ഐലൻഡിൽ പോവുകയാണ്. അപ്പോൾ മെയിനായിട്ട് ഐലൻഡാണ് എടുത്തത്. അപ്പോൾ ഇന്നലെ അവിടെ ബീച്ചിലൊക്കെ പോയി, പിന്നെ ഇവിടെ ഉടുപ്പിയിലൊരു റൂമൊക്കെ എടുത്ത് നല്ല റൂമാണ് കേട്ടോ. നമുക്ക് ഒരു നെഗറ്റീവ് റൂമിനെ കുറിച്ച് പറയാനില്ല. നല്ല വൃത്തി എല്ലാം കാര്യമായിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് ബാക്കിയുള്ള വിശേഷം അപ്പം ഞങ്ങൾ അതാണ്ട് ഇവിടെ ഉടുപ്പി അമ്പലത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ അവിടുന്ന് കുറേ സാധനങ്ങളുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ മേടിച്ചിട്ടിരിക്കുക. അത്ര കൊള്ളാല്ലേ ചേട്ടാ? അതിനെത്ര ഈ ബാഗ്? 150. ഇത് പോവല്ലേ? അതവിടെ ചോദിക്കുന്നത്. ടോയ്സ് ഉണ്ട് കേട്ടാ. നമ്മൾക്ക് ഇതൊന്നും മേടിച്ചില്ല. നമ്മൾ വലിയ കൊച്ചായെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതൊന്നും മേടിച്ചു തരില്ല. വെളിയിൽ ഇറങ്ങിയപ്പോൾ അവിടെയും കുറേ കടകളുണ്ട്. ഗ്ലാസ് ഐറ്റം, കീ ചെയിൻ, വാച്ച്. ഇതെത്രയാണ്? 40 രൂപ. ചുമ്മാ ചോദിച്ചതാ. 30 രൂപ. മസാല സോഡ മേടിക്കാം. 10 രൂപ. നല്ല രസമുണ്ട് ഗൈസ് മാലയൊക്കെ. ബാഗ് വേണോ? ഇതെത്ര? 250. 250 രൂപ ഈ ബാഗിനൊക്കെ. ഇത് 250. നല്ല മണം ഇവിടെ. ಸ್ವಲ್ಪ ಈ ಕಡೆ ಬನ್ನಿ. സോൾട്ട് ബക്കറ്റ് ഗന്ന്. എനിക്ക് അതൊക്കെ അത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മുടെ അടുത്ത് മാറി നിൽക്കാനാണ് പറഞ്ഞത്.
നമ്മളങ്ങ് മാറി അങ്ങ് കൊടുത്തു. എനിക്ക് അതെന്തോ മനസ്സിലായി. സോൾ ബക്കടയിൽ തന്നെ ഞങ്ങളതാണ്ട് ഏതോ ഒരു ദ്വീപിൽ ഐലൻഡാ എന്തോ പറയുന്നത് എനിക്കറിഞ്ഞൂടെ. അപ്പം അവിടെ നിൽക്കുകയാണ്. നല്ല രസം കിട്ടും, ഭയങ്കര കാറ്റും. ഹായ് ഗൈസ്, അങ്ങനെ അവസാനത്തെ ദ്വീപിൽ വരുന്നെന്ന് പറഞ്ഞ് ദ്വീപിൽ വന്നെത്തി. എത്തിയപ്പോൾ സത്യം പറയാതെ ഭയങ്കര ബോർ. ഞാൻ പിന്നെ എന്തെങ്കിലും ചേട്ടന്മാരൊക്കെ മഹേശ്വരനും മഞ്ഞുണ്ണിയും ഈ ചേട്ടന്മാരൊക്കെ എന്താണ് വെള്ളത്തിൽ കളിക്കാൻ കടലിൽ കളിക്കാൻ പോയി. ഞാൻ ഈ കടലിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ കയറാൻ ഭയങ്കര മടിയായിരിക്കും. അതുകൊണ്ട് ഞാൻ പോയില്ല. താല്പര്യമില്ല ഗൈസ്, നമുക്ക് പറ്റിയ ആളൊന്നും കൂടെയില്ല. ഇപ്പം നമ്മുടെ ഏജിലുള്ള ആയാലും പക്ഷെ ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ആരും അല്ല. ചരിതീച്ചുണ്ട്, എന്നാലും ഞാനങ്ങ് മരിച്ച്. വർക്കരയാണെങ്കിൽ എപ്പോൾ ഇറങ്ങി വിചാരിച്ചാൽ മതി. അങ്ങനെ ഇവിടെ വന്ന് ഇരുന്ന് കോൾഡ് കോഫിയും ഐസ്ക്രീമും മേടിച്ച് അതും കഴിച്ചിട്ടില്ല. ഇവിടെ ഞങ്ങളിവിടെ കുറച്ച് നേരം ഇങ്ങോട്ട് വന്ന് കുറച്ച് നേരം അങ്ങോട്ട് കടലിൽ കളിക്കാൻ വേണ്ടി പോയി. പക്ഷെ നമുക്ക് വലിയ ഡേഞ്ചർ ഇല്ല കേട്ടോ. നല്ലോണം നല്ല തിരയും നമുക്ക് സേഫാണ് കടലിൽ. ഇന്ന് എനിക്ക് വലുതായിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല എന്ന് എനിക്ക് വിചാരിക്കുന്നു. കാരണം അങ്ങനെ പോയില്ല. അമ്പലത്തിൽ പോയി, വലിയ ദൂരമില്ല. ദ്വീപും ഉടുപ്പി അമ്പലം. അപ്പോൾ നമ്മുടെ ട്രാവലിൻ്റെ ലാസ്റ്റ് വീഡിയോ ആണ് ഇന്നത്തെ ദിവസം. ഇനി ഒന്നുമില്ല, ഇനി ഫുഡ് കഴിക്കുക, ഉച്ചക്കത്തെ ഫുഡ് കഴിക്കുക, നേരെ നാട്ടിലെപ്പോഴത്തേക്കും ഇല്ല. ഇന്നെന്തായാലും ഫുൾ ഡേ എടുക്കില്ല കേട്ടോ. ഞാൻ എന്തായാലും ഫുൾ ഡേ എടുക്കുന്നില്ല. ഞാൻ കുറച്ച് പ്രധാനപ്പെട്ട ടിപ്സ് മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. പ്രത്യേകിച്ച് ഞാനൊന്നും എടുക്കുന്നില്ല. വീരുഞ്ഞി എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റുന്നില്ല. ഫോൺ നോക്കിക്കൊണ്ടിരിക്കാന്ന് വെച്ചാൽ ഫോണിൽ അങ്ങനെ എന്താണ് നെറ്റ് റേഞ്ച് കിട്ടുന്നില്ല. എനിക്ക് ഇതേപോലത്തെ ഒക്കെ ഇപ്പം 4 ദിവസം രാത്രി ഉണ്ടായിട്ട് നമുക്ക് വീഡിയോ ഇടാൻ പറ്റുന്നത്. ഞാൻ എന്തായാലും കണ്ടിന്യൂസ് ഇടാൻ പറ്റുന്നില്ല. കാരണം ഇവിടെ എഡിറ്റിംഗ് ഒക്കെ ചെയ്യാനായിട്ട് ഭയങ്കര പാടാണ്. കാരണം നമുക്ക് റേഞ്ച് കിട്ടില്ല. അത് എഡിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് നെറ്റ് വേണം, അതായത് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി നെറ്റ് വേണം. അപ്പോൾ റേഞ്ച് കിട്ടില്ല. അപ്പോൾ ഞാൻ എന്തായാലും ഞങ്ങൾ നല്ല കോഫിയൊക്കെ മേടിച്ച് കുടിച്ച് ചെറിയ കയ്പുണ്ട്. ഞാനിപ്പോൾ ഞങ്ങൾ ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ വന്നേക്കാണ്. ഇത് ഇവിടെ കാസർഗോഡ് കഴിഞ്ഞു കേട്ടോ, കോഴിക്കോട് ആവാറായി. എല്ലാവരെയും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെ വണ്ടി റോഡ് നടക്കുന്നു. നമ്മൾ കോഴിക്കോടല്ല, കണ്ണൂറാണ്. കണ്ണൂരായാ കണ്ണൂരാണ്. അപ്പം കണ്ണൂരായി. ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള അവിടെ ബൊഫെ ആയിരുന്നു. ഇവിടെയും ബൊഫെ ആയിരുന്നു. നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. പൊറോട്ടയും ചപ്പാത്തിയും 2 പൊറോട്ടയും ചിക്കൻ കറിയും മേടിച്ച് ടേസ്റ്റ് നോക്കാം. കണ്ണൂരിലെ ഫുഡൊക്കെ ടേസ്റ്റ്.
ചേർത്തലയായിരുന്നു. ചേർത്തല അപ്പോൾ ഇവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇട്ടേക്കുവാണ്. നല്ല കുറച്ച് നല്ല ഉറക്കം പറഞ്ഞു വിചാരിച്ചു. എന്താണ് നമ്മൾ വീഡിയോ അവസാനിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. ഞാൻ എന്തായാലും ഫുഡ് കഴിക്കില്ലെന്ന് എനിക്കൊരു ഉറപ്പുമില്ല. എനിക്ക് വേണമെന്നില്ല. ഞാൻ എന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടിയാണ് വന്നത്. ഇതേപോലത്തെ വീഡിയോസ് വരുന്നതായിരിക്കും. നിങ്ങൾ കമൻറ്റ് ഇടുക. ഞാൻ എങ്ങനത്തെ വീഡിയോക്ക് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ പരമാവധി എനിക്ക് പറ്റുന്ന ഞാൻ ട്രൈ ചെയ്യാം. നിങ്ങൾ പറയും എങ്ങനത്തെ വീഡിയോസൊക്കെ ഇടണമെന്ന്. എന്നാലല്ലേ എനിക്ക് ഒരു ഇത് വരത്തുള്ളൂ. എനിക്ക് അതിലേക്ക് ഒരു എന്താണ് ഒരു ഇത് വേണ്ടേ. നിങ്ങൾ പറഞ്ഞാലേ എനിക്ക് അതിലേക്ക് തന്നെ ഇറങ്ങി നിൽക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ എന്തിടും കാരണം എനിക്ക് ഒരു ഇതുമില്ല. എങ്ങനത്തെ വീഡിയോ ഇടണം എന്ന് ഒരു ചിന്തയും ഇല്ല. അതുകൊണ്ടാണ് നിങ്ങൾ പറയണം എങ്ങനത്തെ വീഡിയോ. അപ്പോൾ ഞാൻ ഇടാം. അപ്പോൾ എന്താണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി എന്ത് ചെയ്യുക. അപ്പോൾ നല്ല നല്ല വീഡിയോസായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ഈ 4 ദിവസത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്താണ് അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ എന്താണ് അടുത്തൊരു വീഡിയോ ബൈ.